all of you. ഒരു പുതിയ തുടക്കമാണ് എല്ലാവർക്കും. 2024ലേക്ക് നമ്മൾ കയറി. So I hope everyone had a good start. പിന്നെ നിങ്ങളുടെ റെസൊല്യൂഷൻസിലേക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ IELTSൻ്റെ പ്രിപ്പറേഷനും കൂടെ ആ റെസൊല്യൂഷനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. IELTS പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ? യെസ്. So today we will be discussing on General IELTS Task 1 and this is Swapna streaming live from Tiju's Academy, Tiruvalla. And നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു കംപ്ലെയിൻറ്റ് ലെറ്ററാണ്. ഫോർമൽ ലെറ്റേഴ്സിൻ്റെ പല ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. ഇത്രയും ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് ഫോർമൽ ലെറ്ററിൻ്റെ പല പർപ്പസസ് ആണ്. അപ്പം നമ്മളൊരു കംപ്ലെയിൻറ്റ് ലെറ്റർ ഡിസ്കസ് ചെയ്തു, ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് എ ലെറ്റർ ഓഫ് റിക്വസ്റ്റ്. സോ നമ്മൾ പലതവണ പറഞ്ഞു പോയ ഒരു കാര്യം തന്നെയാണ്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ദാറ്റ് വൺസ് അഗെയിൻ. ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ടു ഐഡൻറ്റിഫൈ a formal and an informal and a semi-formal letter. So, ഇത് എനിക്കറിയാം, I am repeatedly saying this. I know how it can be boring if I repeatedly say this, but still it is very important for the newcomers to this particular session. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ഓരോ ദിവസം നമുക്ക് പുതിയ ആൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്കും കൂടെ നമ്മൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. So for them, I would like to repeat this thing once again. How to identify formal, informal and semi-formal letters. So informal letters are written to those who are close to us, who keep a close relationships, like it can be your friend, it can be your relative, your siblings, parents, anyone. So that is informal letter. ഈ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ എക്സ്പ്രസീവ് ആകും. അതിനകത്ത് നമ്മൾ ഭയങ്കര ഇമോഷനൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഒരു ഇൻഫോർമൽ ലെറ്റർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് വി ഇൻക്ലൂഡ് മെനി ഇമോഷൻസ്, എക്സ്പ്രഷൻസ് ടു show how much we value the relationship. അപ്പോൾ ആ റെസിപ്പിയൻറ്റും സെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് വെരി ക്ലോസ്, ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ഐഡൻറ്റിഫൈ ഇൻഫോർമൽ ലെറ്റേഴ്സ്. നൗ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് സെമി ഫോർമൽ ഈസ് വെരി ഡിഫിക്കൾട്ട്, ബിക്കോസ് ഒരു ചെറിയ കാര്യത്തിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്ററാണ് അതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. For example, let's talk about formal letters. അപ്പോൾ ഇത് ഈ ഫോർമൽ ലെറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെമി ഫോർമൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഫോർമൽ ലെറ്ററിൽ നമ്മൾ കൂടുതലും ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്സ്, സോ ഫോർമൽ റിലേഷൻ ഇൻ ദ സെൻസ് ദ സെൻഡർ ആൻഡ് ദ റെസിപ്പിയൻറ്റ് ഹാസ് നോ ലിങ്ക് അറ്റ് ഓൾ. ഒരു തരത്തിലുള്ള റിലേഷൻ അവിടെ ഇല്ല. പേഴ്സണലി നമുക്ക് ആ വ്യക്തിയെ അറിയില്ല, ആൻഡ് യു ഹാവ് നോട്ട് സീൻ ദാറ്റ് പേഴ്സൺ. യു ഡോണ്ട് ഈവൻ നോ ദാറ്റ് ദ പേഴ്സൺ is a lady or he is a gentleman. You have no idea regarding all these things. അപ്പോൾ നമുക്കറിയാവുന്നത് എന്താണ്? ഒരു ഡെസിഗ്നേഷൻ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, if you are writing a letter of concern, of particular a topic of concern, and in the task it is given that the letter has to be written to or has to be sent to the manager of the particular company or a person who is the authority. So അങ്ങനെ മാത്രം തരുന്ന സമയത്ത് അതാണ് പറഞ്ഞത്, നമുക്ക് ആരാണ് ആ ലെറ്റർ, പെർട്ടിക്കുലർ ലെറ്റർ, നിങ്ങൾ എഴുതുന്ന ലെറ്റർ ആര് റിസീവ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടാവുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ബിക്കംസ് എ hello, good afternoon, Princey.
Happy New Year to you. Okay, so we were talking about how to identify semi-formal, formal letters. അപ്പം ഫോർമൽ ലെറ്ററിൽ ഞാനതാണ് പറഞ്ഞത് സെൻഡറും റിസീവറുമായിട്ട് there is no personal relation. They have no idea who is the person who is receiving the letter. And at the same time, now, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് how to identify a semi-formal letter എന്നുള്ളതാണ്. So, informal ലെറ്ററിൻ്റെയും ഫോർമൽ ലെറ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇൻഫോർമലിൻ്റെയും ഫോർമലിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ സെമി ഫോർമൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു യുവർ ബോസ്, ക്യാൻ ബി എ പേഴ്സണൽ നോട്ട്, writing a letter to your boss or to your colleague. So ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരെ നിങ്ങൾക്ക് അറിയാം. You know them personally. But still the relation is not that formal. Not that informal. അതായത് നിങ്ങൾ ആളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആളെ ആരാണെന്നറിയാം, പേരെന്താണെന്നറിയാം. പക്ഷേ എങ്ങനെയായിരിക്കും നമ്മൾ ചില സാഹചര്യങ്ങളുണ്ടല്ലോ, പേഴ്സണലി നമ്മൾ എങ്ങനെ പോയി നമുക്കങ്ങനെ പറയാം. സോ അങ്ങനെ ഒരു ബാരിയർ ഉള്ളത്, അതായത് നിങ്ങൾക്ക് ആളെ അറിയാം പക്ഷെ നിങ്ങൾ അത്ര ഫ്രീ അല്ല. യു ആർ നോട്ട് ഫ്രീ ടു മേക്ക് എ കോൺവെർസേഷൻ ഇൻ ആൻ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സെമി ഫോർമൽ സ്റ്റൈൽ. സോ ദാറ്റ് ഈസ് ഹൗ യു recognize or identify a formal and a semi-formal letter. Another example, നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് പിടികിട്ടും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ്, നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ആൻഡ് യു വോണ്ട് ടു മേക്ക് സർട്ടൻ ചേഞ്ചസ് ഓർ മേ ബി ബ്രിങ് സം മോർ എമിനിറ്റീസ് ഇൻസൈഡ് യുവർ റൂം, ഇൻസൈഡ് വെയർ യു ആർ സ്റ്റേയിങ്. സോ അവിടെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് ഇൻഫോം ദാറ്റ് ടു ദ ലാൻഡ് ലോർഡ്, അല്ലേ? അപ്പോൾ ലാൻഡ് ലോർഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആരാണെന്നറിയാം, പക്ഷേ അഗെയിൻ ഇറ്റ്സ് നോട്ട് എ വെരി ഡീപ്പ് റിലേഷൻ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇൻഫോർമൽ. ആളെ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ബി വെരി പൊലൈറ്റ്. സോ നമ്മൾ ലാൻഡ് ലോർഡിന് ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് താമസിക്കുന്നത്, ആൻഡ് I request you to make certain changes in the amenities that is provided in the house. So that becomes a semi-formal letter. So the recipient and the sender knows each other, but still the relation is not very deep, or it is just formal. So that is how you identify a formal and a semi-formal letter. I hope this session is clear. Now let's move to the next topic that we are going to discuss today. So നമ്മുടെ ലെറ്റർ ക്വസ്റ്റ്യൻ ഇതാണെന്ന്. I hope it is clear. You are studying in a college which has very limited sports and leisure facilities for students. Write a letter to the principal of the college. In the letter, outline the situation, propose ways to improve the situation, request a meeting to discuss this. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു കോളേജിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ദാറ്റ് മീൻസ് യു ആർ എ സ്റ്റുഡൻറ്റ്, ആൻഡ് വാട്ട് യു നോട്ടീസ് ഇസ് ദാറ്റ് ദർ ആർ ലിമിറ്റഡ് സ്പോർട്സ് ആൻഡ് ലേഷ്യർ ഫെസിലിറ്റീസ്. സ്പോർട്സ് ആൻഡ് ലേഷ്യർ അറിയാമല്ലോ, നിങ്ങളുടെ അവിടെ ചിലപ്പോൾ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് കോർട്ട് ഉണ്ടാവില്ല. സോ അതാണ് സ്പോർട്സ് ആൻഡ് ലേഷ്യർ. ലേഷ്യർ റെഫേഴ്സ് ടു ഫ്രീ ടൈം ആക്ടിവിറ്റി. ഓക്കെ, സോ ലേഷ്യർ ഫെസിലിറ്റീസ് നിങ്ങളുടെ കോളേജ്, നിങ്ങൾ പഠിക്കുന്ന ആ കോളേജിലെ ലേഷ്യർ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. സോ ഇനി എന്താണ് ചെയ്യേണ്ടത്? യു നീഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ്. സോ പ്രിൻസിപ്പലിനാണ് എഴുതുന്നത്. അഗെയിൻ ഐ ഹോപ്പ് യു നോ വാട്ട് കൈൻഡ് ഓഫ് എ ലെറ്റർ ഇസ് ദിസ്. ഇത് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? Please leave a comment in the comment section. Okay, yes. So this is write a letter to the principal of the college. In the letter, outline the situation, propose ways to improve the situation, request a meeting to discuss this.
സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ പ്രിൻസിപ്പലിനാണ്, കോളേജ് പ്രിൻസിപ്പലിനാണ് നിങ്ങൾ ലെറ്റർ എഴുതേണ്ടത്. So you have seen the person but you don't maintain a informal relation. So that means this is can be considered as a semi-formal letter and formal letter as well, because kandu ennu parnalum again oru higher authority aanu alle. He is not someone, he or she, they're not someone who will, they will definitely take your suggestions, they will value your suggestions, but doesn't mean that he or she is someone who is going to accept your order that easily. So adundana this becomes formal as well as semi formal, you can say. So nammal ഈ ഒരു നമുക്ക് സ്പോർട്സ് ആൻഡ് ലേഷ്യർ ഫെസിലിറ്റീസ് നമ്മുടെ കോളേജിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന ഒരു ലെറ്ററാണ്. അപ്പം നമുക്കൊരു ചെറിയൊരു കൺസേൺ ഉണ്ട് അല്ലേ? നമ്മളിതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കൺസേൺ നമുക്കുണ്ട്. എന്താണ് ആ കൺസേൺ? നമ്മൾ കോളേജിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്ന മൊമെൻറ്റ്സിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനൊരു ഇടമില്ല അല്ലേ? നമുക്ക് കുറച്ചൊന്ന് സ്ട്രെസ് ബസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു റിലീഫ് കിട്ടാൻ, കുറച്ചൊരു സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും കോളേജിലൊക്കെ പോയി ഓപ്പൺ ആയിട്ടുള്ള എയറിലൊക്കെ പോയി കുറച്ച് നേരം ഒന്ന് ഇരിക്കാറുണ്ട്, നമുക്ക് ഫ്രീ അവേഴ്സ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങളുടെ കോളേജിലില്ല. അങ്ങനെ വന്നാലുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ അല്ലേ? സോ ദിസ് ക്യാൻ ബി ഇത് നമുക്കൊരു കൺസേൺ ആണ്. ആസ് എ സ്റ്റുഡൻറ്റ് ദിസ് ഇസ് യുവർ കൺസേൺ. ആ കൺസേൺ നിങ്ങൾ വളരെ ഒരു പ്രോബ്ലമായിട്ട് തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങളിത് എഴുതുന്നത് അല്ലേ? ഇറ്റ്സ് നോട്ട് ഈസി ഫോർ us ആസ് സ്റ്റുഡൻസ് to pass the time. So definitely we need certain places where we can actually relieve from the stress. We need a relief from the stress. So അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ദ ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മൾ 3 പോയിൻറ്റ്സ് ആണ് ഇവിടെ കവർ ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾ ആദ്യം ഈ ഔട്ട്ലൈൻ, സിറ്റുവേഷൻ ഔട്ട്ലൈൻ ചെയ്യണം. സെക്കൻഡ് തിങ് ഇസ് യു വിൽ ബി പ്രൊപ്പോസിങ് വേസ് ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. ഓക്കെ, എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇവിടെ ഈ ലെറ്ററിൽ മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. സോ ദാറ്റ് ഓൾസോ നീഡ്സ് ടു ബി ഇൻക്ലൂഡഡ്. ആൻഡ് ദെൻ വി ഹാവ് ദ തേർഡ് പോയിന്റ് ദാറ്റ് സേസ് ദാറ്റ് യു നീഡ് ടു റിക്വസ്റ്റ് എ മീറ്റിംഗ് ടു ഡിസ്കസ് ദിസ്. യെസ്, സോ ഔട്ട്ലൈൻ എഴുതണം. നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ കോളേജിൽ ഫേസ് ചെയ്യുന്നത്. സോ യു വിൽ നീഡ് ടു റൈറ്റ് അബൌട്ട് ദാറ്റ്. Especially, let me just once more mention, the problems are related to the limited sports and leisure facilities, and you don't have to actually mention everything, every concern here. So it's very important to stick to the question. Please don't focus out from this particular topic. അത് പെട്ടെന്ന് നിങ്ങൾ ഫോക്കസ് വിട്ടു പോകരുത്. നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ലിമിറ്റഡ് സ്പോർട്സ് ആൻഡ് ലീഷർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ ലെറ്റർ ഇവാലുവേഷൻ കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആവുക എന്ന് പറയുന്നൊരു കാര്യം. സോ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന കീ വേർഡിൽ നിന്ന് നമ്മളുടെ ടോപ്പിക് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. യു വിൽ നോട്ട് റീച്ച് ടു ദ സ്കോർ, ടു ദ ഡിസയേർഡ് സ്കോർ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ആൻഡ് ലീഷർ ഫെസിലിറ്റീസിനെ കുറിച്ച് തന്നെയാണ്, അതിൻ്റെ അഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ലിമിറ്റഡ് ഫെസിലിറ്റീസ് മാത്രമേ നിങ്ങളുടെ കോളേജിലുള്ളൂ. അതിനെ ബേസ് ചെയ്തുള്ള കൺസേൺസ് മാത്രമായിരിക്കണം നിങ്ങളുടെ ലെറ്ററിൽ ഉണ്ടാവേണ്ടത്. സോ ഇറ്റ്സ് ക്രൂഷ്യൽ. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളിത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് എങ്ങനെയാണ് ഇനി സ്ട്രക്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ വരാത്തവർക്കായിട്ട് നമ്മുടെ ഈ സെഷൻ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത പുതിയ ന്യൂ കമേഴ്സ് നമ്മുടെ സെഷനിലുണ്ടെങ്കിൽ അവരോടായിട്ട് ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. നമുക്കിവിടെ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റും നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ ഫ്രം അഡ്രസ്സോ ടു അഡ്രസ്സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇവിടെ നിങ്ങളുടെ എക്സാമിനേഴ്സ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോണ്ടൻറ്റ് മാത്രമാണ്. അപ്പോൾ ആ കോണ്ടൻറ്റിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ഇവിടെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് ഇൻ ദ ലെറ്റർ എന്ന് പറഞ്ഞ് സെമിക്കോളൻ ഇട്ടിട്ട് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ലെറ്ററിൽ കവർ ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി വെൽ ഡൺ. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. സോ ഈ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റ്യനും നിങ്ങൾ കവർ ചെയ്യണം. എക്സ്പ്ലെയിൻഡ് ആയിരിക്കണം, നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു വിൽ അച്ചീവ് ദ ടാസ്ക്. അപ്പോൾ ഈ സ്പോർട്സ് ആൻഡ് ലീഷർ ഫെസിലിറ്റീസ് എന്നുള്ള കൺസേൺ തന്നെ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ ഡിസൈർഡ് സ്കോർ. പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ഓഫ് ടോപ്പിക്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ഈ സിറ്റുവേഷനെ ഔട്ട്ലൈൻ ചെയ്യാൻ സാധിക്കുന്നത്? സോ സിൻസ് ഇറ്റ് ഇസ് you should use the logic. Since you are a student of that college, you can maybe just one line is enough. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ try to just mention who you are and maybe in which class you are. നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള കാര്യം കൂടെ മാത്രം ഒന്ന് മെൻഷൻ ചെയ്യുക. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, സെൻറ്ററും റെസിപ്പിയൻറ്റുമായിട്ട് ഇവിടെ ഒരു റിലേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഐഡിയ, ഈ വായിക്കുന്ന ആൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. ഓക്കെ, ദിസ് ഇസ് ദ പേഴ്സൺ ആൻഡ് he or she has certain concerns. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കയറുന്നതായിരിക്കും ഇവിടെ നല്ലത്. സോ പ്രിൻസിപ്പൽ ക്യാൻ ഹാവ്, he may get a picture of what you are trying to say and that you are a student from the same college. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പിക്ചർ നമ്മുടെ റെസിപ്പിയൻറ്റിന് കിട്ടും. And then in the same paragraph itself, you should outline the situation. This is to bring your attention to the fact that അപ്പോൾ ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. So you can say that our college lacks a lot of facility related to sports and leisure activities. So this is to request you, rather this is to make a request on the matter എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ that becomes an introduction. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഔട്ട്ലൈൻ മാത്രമേ കൊടുക്കാവുള്ളൂ. Introduction always serves the purpose of an outline. All right, from there we move ahead to the first body paragraph. അല്ലേ, ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ പറയേണ്ടത് ഈ സിറ്റുവേഷൻ ഔട്ട്ലൈൻ ഓൾറെഡി ചെയ്തു. ഇനി നമ്മൾ ശകലം കൂടി ഒന്ന് അതിനെ നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ എസ്പെഷ്യലി റിലേറ്റഡ് ടു സ്പോർട്സ് ആൻഡ് ലീഷർ ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ കാണുന്നത്. സോ ഇവിടെ നമ്മൾ പറയേണ്ടത് ദ തിങ്സ് റിലേറ്റഡ് ടു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, ലൈക്ക് ദർ ഈസ് എൻ ആബ്സെൻസ് ഓഫ് the sports and leisure facilities. For example, giving an idea regarding how filthy, ഒരു example ആണ് how filthy the basketball court is. It is not well maintained. ചില കോളേജസിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോഴത്തേനും കാണാം ഒരു പൊട്ടിപ്പറഞ്ഞ വലയുണ്ടാവാം അല്ലേ. ദാറ്റ് ഈസ് the കോർട്ടിനെ ഡിവൈഡ് ചെയ്യുന്ന ആ നെറ്റ് ഉണ്ടാവാം. പക്ഷെ എന്നാലും ദാറ്റ് ഈസ് നോട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് മേ ബി ദ കോർട്ട് റിമെയിൻസ് വെരി സ്ലിപ്പറി. സോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ഈസി. സോ അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് പൊലിപ്പിച്ചെഴുതാം. ദ ബാസ്കറ്റ്ബോൾ കോർട്ട് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് വെരി വെൽ. അപ്പോൾ അതിന് ചുറ്റിനും കുറേ കാട് പിടിച്ച് കിടപ്പുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, so if it is maintained properly and if it is cleaned properly, people can use this leisure activity after their class. Okay, ennolla reediyil. Okay, and or else you can also talk about reading rooms, availing reading rooms in the library. So there are, for the students, there are no enough reading rooms available in the library. So maybe adine kurchum ningalku oru just oru idu parayam.
Then we can also talk about, maybe some ചെറിയ college groundinulil thanne, there you can like build certain seating facilities for the people, not for the people, for the students there. So even for the hostlers who are residing in the university campus, they can come and they can spend their free time. Okay, so these are not well maintained. Maybe the lack of limited sports and leisure facilities എന്നാണ് പറഞ്ഞത്. സോ ഇത് തന്നെ നിങ്ങൾ പറയുമ്പോഴത്തേനും അതവിടെ ഉണ്ട്, വേണമെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലൊക്കെ പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി this particular question will be justified. Okay, then അടുത്ത പാരഗ്രാഫിലാണ് propose ways to improve the situations. ഏതൊക്കെ വേസ് നമ്മൾ പ്രപ്പോസ് ചെയ്യും? So propose means to suggest എന്നുള്ള രീതിയിലാണ് some ways, and I already told you, you are writing the letter to the principal and it's not necessary that they need to consider your letter, value your letter that much. They might value what you have written, but still it is their decision. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് റിക്വസ്റ്റ് ആക്കുന്നത്. So I would like to propose certain ways to improve the situation. I would like to എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. So I would like to എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ പൊലൈറ്റ് വേർഷനാണ്, ആൻഡ് വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ റിക്വസിഷൻ ലെറ്റർ. ദാറ്റ് ഈസ് ഫോർമൽ ലെറ്റേഴ്സിൽ നമ്മളുടെ ടോണാലിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺ ഷുഡ് ബി വെരി ഫോർമൽ ആൻഡ് വളരെ പൊലൈറ്റ്ലി എഴുതുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ദോ ഇറ്റ് ഈസ് എ കൺസേൺ, ഒരു കൺസേൺ ഉണ്ട്, ഹൈ കൺസേൺ ആണ്. അതുണ്ടെങ്കിൽ പോലും when you are writing a letter to the higher authority, make sure your language is expressed in a formal way itself, and there are enough number of words that brings your politeness. So അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Yes, so now moving ahead, so let's talk about proposing ways to improve the situation. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ സിറ്റുവേഷൻസ് ആണ് പറയുന്നതെങ്കിൽ, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ സൈഡിലുള്ള എക്സ്ട്രാ കിടക്കുന്ന എന്താണ്, മേ ബി ഇറ്റ് ക്യാൻ ബി ദ ഇറ്റ് ഈസ് എൻ ഐസൊലേറ്റഡ് പ്ലേസ്. സോ ഇഫ് ഇറ്റ് ദേ ക്യാൻ മേക്ക് ഇറ്റ് മോർ ആക്റ്റീവ് by bringing more amenities and pursuits. So അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ്. ഈ ഫെസിലിറ്റീസ് എന്നുള്ള വേർഡിൻ്റെ സിനോണിമാണ് amenities and pursuits. Okay, so these here in this context അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് നിങ്ങൾക്കിവിടെ കൊണ്ടുവരാവുന്നതാണ്. സോ ദെൻ യെസ്, മൂവിങ് ഔട്ട് ഫ്രം ദർ. അപ്പം ഞാനൊരു എക്സാമ്പിളാണ് ഓൾറെഡി പറഞ്ഞത്. എന്തൊക്കെയാണ്, ഇപ്പം ഒരു ചെറിയ ഹട്ട് ഇട്ടിട്ട് ചിലപ്പോൾ അവിടെ ഹട്ടല്ല സോറി ചെറിയൊരു സ്പേസ് ലൈക്ക് ഫോർ സീറ്റിംഗ് എന്നുള്ളൊരു കുറച്ച് സ്പേസ് ചിലപ്പോൾ ഉണ്ടാവാം. അഗെയിൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ് വെൽ, students might need that also to be done during the renovation time. So അതൊക്കെ നമുക്ക് അതിനകത്ത് പറയാവുന്ന കാര്യമാണ്. leisure facilities and limited sports facilities ആണ്. അപ്പോൾ limited sports facilities എന്ന് പറയുമ്പോഴത്തേനും you can also propose certain activities here. Okay, so എന്താണ് ഇപ്പം at present കോളേജിലുള്ള എല്ലാ, so you are representing a whole, what do you call, the whole student community of your college. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മൈൻഡിൽ വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. യെസ്, സോ അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ലെറ്റർ മുന്നോട്ട് എഴുതിക്കൊണ്ടു പോകുന്നത്. Now after mentioning all these concerns to the principal, you should request a meeting to discuss this. So I am ready to contact with your personal staff who can give me a time, or who can schedule a time for our meeting,
and I would like to also discuss this with you in person. Okay, so അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മൾ ഈ റിക്വസ്റ്റ് നമ്മൾ ലാസ്റ്റിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ലെറ്റർ ഓഫ് റിക്വസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ മേക്ക് ഷുവർ you are actually mentioning a concern, but at the same time you are really polite to the person who is reading this letter, and only that will help you to succeed, because അത് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യമല്ല കേട്ടോ, നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ പല കാര്യങ്ങൾക്കും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ലെറ്റർ എഴുതാറുണ്ട്. സോ അവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. IELTSൻ്റെ പെർസ്പെക്റ്റീവ്സിൽ മാത്രം എടുക്കേണ്ട ആവശ്യമല്ല, ദിസ് is very important in our daily lives too. സോ അതുകൊണ്ടാണ് പറയുന്നത് ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ഏത് രീതിയിൽ എഴുതണമെന്നുള്ളത്. സോ യു ഹാവ് ടു ബി വെരി പൊലൈറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് കൺസേൺ ഫോർ യു. All right, so let's go to the next slide, and I have prepared certain usages for you so that it would be very helpful and you can use all these things not at a time, but you can differently for the future purposes. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ഇൻ IELTS പെർസ്പെക്റ്റീവ്. ഞാൻ പറഞ്ഞല്ലോ ടൊണാലിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു കീപ് the tonality or the expressions very polite in your letter. സോ നമുക്കിവിടെ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഒരു 1 2 3 4 5 6 7 8 9 എക്സ്പ്രഷൻസോളം ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരുമിച്ച് യൂസ് ചെയ്യാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ആവശ്യാനുസൃതം നിങ്ങളിത് യൂസ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം യൂസ് ചെയ്യാൻ, ബിക്കോസ് certain words or certain meanings actually do not suit this context, because it is actually a letter of request. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഇവിടെ കോളേജ് അതോറിറ്റിക്കാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻസ് ആണ്. അതെല്ലാം ഒന്നും യൂസ് ചെയ്യരുത്. So I can convey the meaning to you, and if you want you may just note it down. ഏതൊക്കെ സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യൂസേജസ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ ലെറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് വൊക്കാബുലറീസ്. ഓക്കെ, വി വുഡ് അപ്രീഷിയേറ്റ് ഇറ്റ് ഇഫ് യു വുഡ്. സോ അപ്രീഷിയേറ്റ് എന്ന് പറയുന്നത് പ്രശംസിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ടെങ്കിലും ഇവിടെ വി ആർ റിയലി താങ്ക്ഫുൾ എന്നുള്ള രീതിയിലാണ്, ഓർ യു ആർ റിയലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വുഡ്. അപ്പോൾ ഇഫ് യു വുഡ് എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് തരുവാണെങ്കിൽ വി വുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട്, ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ അസ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. ദെൻ യു ക്യാൻ സീ ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ്. അഗെയിൻ അനദർ വേർഡ് ഫോർ അപ്രീസിയേഷൻ, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒത്തിരി നന്ദി ഉണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നാണ്. ഇഫ് യു കുഡ് ആണ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ഫ്യൂച്ചർ സൈഡ് അല്ലേ. റെനോവേറ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് കൊണ്ടുവരുന്ന കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഭാവിയിലേക്കാണ് പോകുന്നത്, ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. സോ ഇഫ് യു കുഡ് ചെയ്യുവാണെങ്കിൽ, കുഡ് യു പ്ലീസ് സെൻഡ് മീ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് യൂസേജ്. നിങ്ങൾക്ക് ഒന്ന് let it be anything, not in this context. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിലല്ല. പ്രിൻസിപ്പലിന് ലെറ്റർ എഴുതുമ്പോഴത്തേനും കുഡ് യു പ്ലീസ് സെൻഡ് മീ എന്നൊന്നും പറഞ്ഞെഴുതരുത് അല്ലേ. ഇത് വേറൊരു സാഹചര്യത്തിലാണ് ആക്ച്വലി വരുന്നത്. നിങ്ങൾക്കതൊന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ, ദെൻ വി ഹാവ് കുഡ് യു പോസിബിളി ടെൽ us or let us have. അഗെയിൻ പോസിബിളി പറഞ്ഞു തരാൻ സാധിക്കുമോ. സോ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്നുള്ളതിനാണ് പോസിബിളി ടെൽ us. സാധിക്കുമോ, പോസിബിളി ടെൽ us. ഓക്കെ, ഇൻ അഡീഷൻ ഐ വുഡ് ലൈക്ക് ടു റിസീവ്. എനിക്ക് ഐ വുഡ് ലൈക്ക് ടു റിസീവ്, എനിക്ക് മേ ബി എക്സ്ട്രാ ബോണസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മണി, ഓർ മേ ബി ഇറ്റ് ക്യാൻ ബി എ പാക്കേജ്. സോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു റിസീവ്, എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ട്. അഗെയിൻ നോട്ട് ഇൻ ദിസ് സിറ്റുവേഷൻ, ബിക്കോസ് യു ആർ ആക്ച്വലി ട്രൈങ് ടു മെൻഷൻ എ പ്രോബ്ലം ഓഫ് കൺസേൺ ആൻഡ് സംതിങ് ദറ്റ് യു സീ ഇസ് നോട്ട് സീൻ ഇൻ ദ കോളേജ്.
അപ്പോൾ കോളേജാണ്, അതുകൊണ്ട് തന്നെ ഹയർ അതോറിറ്റീസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് ടു റിസീവ് എന്നല്ല അവിടെ ആക്ച്വലി അത് വരുന്നില്ല ഇവിടെ. Now the next one is, if it would be helpful if you could send us. It would be helpful. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഹെൽപ്ഫുൾ ആകും. നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. Then we have I am interested in. പിന്നെ അവിടുന്ന് 2 വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. I am interested in obtaining, or you can also write I am interested in receiving. എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ലഭ്യമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു യൂസേജ് പോയിരിക്കുന്നത്. Then I would appreciate your immediate attention to this matter. Again, this is something that you can include in this letter that we discussed. അല്ലേ? എന്താണ് I would appreciate? Appreciate-ന്റെ മീനിങ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. Appreciate means to be thankful, to be grateful to the person who is providing all the amenities to you. സോ അതിന് അധികാരമുള്ള ഒരാളാണ്, അല്ലേ? പ്രിൻസിപ്പൽ അതിന് അധികാരമുള്ള ഒരാളാണ്. സോ അതുകൊണ്ടാണ് I would appreciate your immediate attention. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ I would be really grateful, or I would appreciate your immediate attention to this matter. Then the last and the final usage. Please let me know what action you propose to take. അപ്പം നമ്മൾ നേരത്തെ ഒരു പാരഗ്രാഫിൽ പ്രൊപ്പോസ് ചെയ്യേണ്ട കാര്യം, അല്ലേ? പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഈ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലേ, നമ്മൾ അങ്ങനെ ഒരു ചെറിയ ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പോയിന്റ് എഴുതിയിരുന്നു, അല്ലേ? നമ്മൾ എവിടെ മീറ്റ് ചെയ്യില്ല നമ്മളുടെ പ്രിൻസിപ്പലിനെ നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റുവാണെങ്കിൽ, സോ you mention that you will speak to or contact with the personal staff of the examiner to schedule a meeting, അല്ലേ? മീറ്റിംഗ് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രീതിയിൽ പേഴ്സണൽ സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ട്. സോ ആ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ മാറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറയാവുന്ന ഒരു നല്ല യൂസേജാണ് പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ആക്ഷൻ യു പ്രപ്പോസ് ടു ടേക്ക് എന്ന് പറയുന്ന യൂസേജസ്. സോ ദീസ് ആർ സർട്ടൻ തിങ്സ്. സോ അപ്പം ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു, അല്ലേ, ഏതൊക്കെ നമുക്ക് ഈ ലെറ്ററിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് യൂസേജസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു, ആൻഡ് ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് വെരി ഇൻഫോർമേറ്റീവ്. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, സ്ഥിരമായിട്ട് പറയുന്ന പോലെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. യു ക്യാൻ കം ഓവർ to Tiju's Academy, and for the offline classes we are there to help you, and online ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ queries or whatever doubts you have related to any of our modules, ഏത് മോഡ്യൂളിനാണേലും നിങ്ങൾക്ക് അതാത് ദിവസങ്ങൾക്ക് നമുക്ക് ലൈവ് ഉണ്ട്. സോ യു ക്യാൻ ആസ്ക് doubts related to the modules, and ഇതിനാണേലും ജനറൽ IELTSനാണെങ്കിലും നിങ്ങൾക്ക് ലെറ്റർ റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സ് ആണെങ്കിലും please let us know about it. Let us help you and reach out. So that's all for today, and I'll meet you in the next session. So that's all. Thank you.